ചീഫ് വിപ്പ് പി.സി. ജോർജ് അടക്കം ആകെ 21 പേരാണ് സംസ്ഥാന സർക്കാരിൽ ക്യാബിനറ്റ് പദവിയിലുള്ളത്. ഈ 21 പേർക്കായി പേഴ്സണൽ സ്റ്റാഫ് എന്ന പേരിൽ നിയമിച്ചിരിക്കുന്നത് 569 പേർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങളുടെ എണ്ണം 27ആണ്. എന്നാൽ മന്ത്രിമാരായ പി.കെ. ജയലക്ഷ്മി, പി.ജെ. ജോസഫ്, കെ.പി. മോഹനൻ എന്നിവർ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ചിരിക്കുന്നത് 30 പേരെ വീതം. 9 മന്ത്രിമാർക്ക് 29 വീതം സ്റ്റാഫുകളുണ്ട്. 3 മന്ത്രിമാർ 28 പേരെയും 2 മന്ത്രിമാർ 27 പേരെയും സ്റ്റാഫായി വെച്ചിരിക്കുന്നു. 26 പേരെ നിയമിച്ച മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഏറ്റവും കുറവ്. പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലെങ്കിലും ചീഫ് വിപ്പ് പി.സി. ജോർജിനുമുണ്ട് 26 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ. പേഴ്സണൽ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഓഫീസ് അറ്റൻഡന്റ്മാർ, പാചകക്കാർ എന്നിങ്ങനെ പലവിധ തസ്തികകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയത് ഓരോ മന്ത്രിക്കും 3-4 ഡ്രൈവർമാരുണ്ട്. ശരാശരി 10 ലക്ഷം രൂപയാണ് ഒരു മന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളമായി സർക്കാർ ചെലവാക്കുന്നത്. എല്ലാ മന്ത്രിമാരുടെയും ചേർത്ത് മാസം 2.14 കോടി രൂപ വരും. വർഷമാകുമ്പോൾ ഇത് 25.69 കോടി രൂപയാകും. 5 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പറ്റുന്ന ശമ്പളം ഏതാണ്ട് 128.46 കോടി രൂപ. ശമ്പള കണക്ക് മാത്രമാണിത്. മറ്റു ആനുകൂല്യങ്ങൾ, ഫോൺ, വൈദ്യുതി വാഹന ചെലവുകൾ തുടങ്ങിയവയൊക്കെ വരുമ്പോൾ തുക ഇനിയും ഇരട്ടിക്കും.